എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കോഴിക്കോട്ട തയ്യാറാക്കിയാലോ. നമ്മളിത് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ്. ഗോതമ്പ് പൊടി ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതായത് 1/2 കിലോ. ഇനി ഇത് നമുക്ക് ആവി കയറ്റി ഒന്ന് എടുക്കണം. ഇത്രയും നമ്മൾ ആവി കയറ്റാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ നല്ല അരിപ്പൊടിയുടെ നല്ല മയത്തിൽ തന്നെ നമുക്കിത് കിട്ടും. അതുകൊണ്ടാണ് ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ആവി വന്നാൽ തന്നെ ചെറിയ കട്ടയായി വരും. ഇനി ഇതൊന്ന് നല്ലപോലെ കൈ വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി. ശരിക്കും അരിപ്പൊടിയുടെ ടെക്സ്ചറിലാണ് നമുക്കിനി ഇത് കിട്ടുക. ഇതുപോലെ അല്ലാതെയും കോഴിക്കോട് തയ്യാറാക്കാം. ഇതുപോലെ ആവി കയറ്റാതെ ഗോതമ്പ് പൊടി നേരിട്ട് കുഴച്ച് നമുക്ക് കോഴിക്കോട്ട് തയ്യാറാക്കാം. പക്ഷേ അതിന് കുറച്ച് പശപശപ്പ് കൂടുതലായിരിക്കും. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനും കുറച്ച് പരത്തിയെടുക്കാനൊക്കെ പാടാണ്. ഇതുപോലെ തയ്യാറാക്കുവാണെങ്കിൽ കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഇത് ആറിക്കഴിഞ്ഞ് കോഴിക്കോട്ടയ്ക്ക് വേണ്ടി കുഴച്ചെടുക്കാം. 1/2 കിലോ ഗോതമ്പ് പൊടിയാണിത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരിപ്പൊടി കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ല ഇടിയപ്പത്തിൻ്റെ ഒക്കെ പാകത്തിന് തന്നെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഇത് കയ്യിലൊട്ടി പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. ശരിക്കും അരിപ്പൊടി പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. പക്ഷേ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോഴിക്കോട്ടയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ചേർത്ത് ഇത് കുഴയ്ക്കുന്നത് നല്ലതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ പാകത്തിനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോഴിക്കോട്ടയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി ചെറിയ ഉരുളകളാക്കി എടുക്കാം. അത്യാവശ്യം മുഴുപ്പിൽ തന്നെ നമ്മളിത് ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഒന്ന് ഉരുളകളാക്കി എടുക്കാം. ഇനി കോഴിക്കോട്ടയ്ക്ക് അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ശർക്കരയുടെ ഒരു പകുതിയോളം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഉരുകി കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരണ്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരണ്ടിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാകുന്നൊന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് എല്ലാ ഭാഗത്തും ശർക്കര എത്തണം. അത്രയും മാത്രം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഏലക്കാപ്പൊടിയും ജീരകം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോഴിക്കോട്ടയെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. ഉരുളകളാക്കി വെച്ചിരിക്കുന്ന കോഴിക്കോട്ട എടുത്ത് അതിനകം നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പിലാക്കി എടുക്കാം. ഒന്നെങ്കിൽ നല്ലപോലെ വട്ടത്തിലൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ കൈ വെച്ച് തന്നെ അമർത്തി കൊടുത്താലും നമുക്കിതുപോലെ തന്നെ കിട്ടും. അതല്ലെങ്കിൽ ഇതുപോലെ നടുഭാഗം ഒന്ന് കുഴിച്ചെടുക്കുക. നമ്മുടെ ആവശ്യത്തിന് വട്ടമായി കഴിഞ്ഞാൽ അതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കുറച്ചുകൂടി ഒന്ന് വലുതാക്കണം. കുറച്ച് കട്ടിയിലാണ് നമ്മൾ മാവ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
ഇതിൽ എന്തോരം ഫില്ലിങ് വേണമെങ്കിലും ഇനി വെക്കാവുന്നതുമാണ്. ഒത്തിരി കട്ടി കുറച്ച് നമ്മൾ ഉരുട്ടിക്കഴിഞ്ഞാലും ആവി കയറി വേവുന്ന സമയത്ത് ചെറിയ വിള്ളൽ പോലെ വരും. ചെറിയൊരു പൊട്ടൽ ഇതിൻ്റെ പുറം ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ശർക്കര ആദ്യമേ തന്നെ മൊത്തം ഒലിച്ചു പോവും. അതുപോലെ പോയി കഴിഞ്ഞാലും ഈ കോഴിക്കോട്ടയുടെ ടേസ്റ്റ് പോവും. ഇതുപോലെ ഈ കുറച്ച് കട്ടിക്കൊന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പിലാക്കി എടുക്കുവാണെങ്കിൽ ആവിയിൽ വേവുന്ന സമയത്ത് പുറമൊന്നും പൊട്ടിപ്പോകത്തില്ല. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ മിക്സ് ഒന്ന് നിറച്ച് കൊടുക്കാം. ഇതകത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ കോഴിക്കോട്ടെ അങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് നമുക്ക് ഉരുട്ടി തേങ്ങ നിറച്ചെടുക്കാം. കോഴിക്കോട്ടെയെല്ലാം നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റാനായിട്ട് വെച്ചാൽ മാത്രം മതി. നല്ലപോലെ ആവി വന്ന ഇഡ്ഡലി പാത്രത്തിന് തട്ടിലേക്ക് നമ്മൾ ആദ്യമേ ഒന്ന് വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വാഴയില വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ കോഴിക്കട്ട വെച്ച് കൊടുക്കാം. കോഴിക്കട്ടയെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നമുക്കിതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. കോഴിക്കോട്ടെല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മണം വരും. അതുപോലെ തന്നെ പാത്രത്തിന് പുറമെയൊക്കെ നല്ലപോലെ ആവി വരും. ആ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ എടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വാഴയില വെച്ച് വേവിച്ചുകൊണ്ടാണ് ശരിക്കും ഇതിനൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഇത് നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമുക്ക് കഴിച്ചാൽ മാത്രം മതി. ഒരു സ്പെഷ്യൽ കോഴിക്കോട്ട് തന്നെയാണ്. അരിപ്പൊടി വെച്ച് എല്ലാവരും തയ്യാറാക്കാറുണ്ടായിരിക്കും. ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടോ ഒന്ന് പറയണേ. നല്ല ടേസ്റ്റാണ്. ഒട്ടും വിണ്ട് കീറി പോവുമോ അല്ലെങ്കിൽ ശർക്കര ഒഴിച്ചു പോവുമോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി കമൻസിലൂടെ അറിയിക്കുക. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീണ്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.